ഇരുട്ടിനുള്ളിൽ മണ്ണിനടിയിൽ മുകളിൽ വലിയൊരു ഭാരവുമായി കുടുങ്ങിപ്പോയാൽ നിങ്ങൾ എന്തു ചെയ്യും? തോറ്റു കീഴടങ്ങുമോ? അതോ അതിനെ മറികടന്ന് മുന്നോട്ടു വളരുമോ? ദിവസവും ഒരു ചെറുവിത്ത് നേരിടുന്ന വെല്ലുവിളി അതുതന്നെയാണ്. കേരള SSLC പഠനം എളുപ്പവും മനസ്സിലാക്കാവുന്നതുമായ രീതിയിൽ നിങ്ങളിലേക്കെത്തിക്കുന്ന ടോപ്പ് ട്യൂഷനിലേക്ക് സ്വാഗതം. ഇന്ന് പോൾ ലോറൻസ് ഡൺബാറിന്റെ പ്രചോദനമേകുന്ന കവിതയായ ദ സീഡ്ലിംഗ് വഴി ഒരു ചെറിയ വിത്ത് എങ്ങനെ പ്രതിസന്ധികളെ ജയിച്ച് ലോകത്തെ കീഴടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് lay within its darksome bed. To itself it felt a talking, and this is what it said. First stanzയിൽ പോയറ്റ് ഒരു ടൈനി ക്വയറ്റ് സീഡ്ലിങ്ങിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ചെറിയ സീഡ് മണ്ണിനടിയിലുള്ള ഒരു ഡാർക്സം ബെഡിൽ റെസ്റ്റ് ചെയ്യുകയാണ്. ആ ഡാർക്കായ എർത്ത് നമുക്ക് സ്കേറിയായിട്ട് തോന്നാം, പക്ഷേ സീഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗ്രേറ്റ് ജേർണിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. ഇരുട്ടിലാണെങ്കിലും ആ സീഡ് വെറുതെ ഇരിക്കുകയോ ഗിവ് അപ്പ് ചെയ്യുകയോ ചെയ്യുന്നില്ല. പകരം ആ സീഡ്ലിംഗ് അതിനോട് തന്നെ സംസാരിക്കാൻ തുടങ്ങുന്നു. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമുക്ക് തന്നെ ധൈര്യം നൽകാനുള്ള ഒരു വഴിയാണ് തന്നോട് തന്നെ സംസാരിക്കുക എന്നത്. സീഡ് അതിന്റെ മൈൻഡിനെ ഒരു ഡിഫിക്കൽട്ട് ടാസ്കിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് എന്ന് കാണിക്കാനാണ് പോയറ്റ് ഈ ഇമേജറി യൂസ് ചെയ്യുന്നത്. പുറത്തേക്കുള്ള ലോകത്തേക്ക് വരാൻ ആ സീഡ് റെഡിയാവുകയാണ്. ഈ ഇരുട്ടിൽ ആ ബ്രേവായ ചെറിയ സീഡ്ലിംഗ് എന്താണ് അതിനോട് തന്നെ പറയുന്നത് എന്നറിയാൻ നമുക്ക് ആകാംക്ഷയുണ്ടാകുന്നു. ഐ എം നോട്ട് സോ വെരി റോബസ്റ്റ്, ബട്ട് ഐ വിൽ ഡൂ ദ ബെസ്റ്റ് ഐ ക്യാൻ, ആൻഡ് ദ സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മൊമെന്റ് ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗാൻ. ഇവിടെ ആ ചെറിയ സീഡ് അതിനോട് തന്നെ പറയുന്ന എക്സാക്ട് വേർഡ്സ് നമുക്ക് കേൾക്കാം. സീഡ് വളരെ ഹോണസ്റ്റ്ലി സമ്മതിക്കുന്നു അതങ്ങനെ റോബസ്റ്റ് അല്ല എന്ന്, അതായത് അത് വളരെ സ്ട്രോങ്ങോ ബിഗ്ഗോ അല്ല എന്ന് അതിനറിയാം. എന്നാലും അത് വളരെ പവർഫുള്ളായൊരു പ്രോമിസ് അതിനോട് തന്നെ പറയുന്നു. അതിന്റെ സൈസ് ചെറുതാണെങ്കിലും അത് ആബ്സല്യൂട്ട് ബെസ്റ്റ് ട്രൈ ചെയ്യുമെന്ന്. തന്റെ ഫിസിക്കൽ വീക്ക്നെസ് ഒരു എക്സ്ക്യൂസായി എടുത്ത് ആ ഡാർക്ക് ഗ്രൗണ്ടിൽ തന്നെ മറഞ്ഞിരിക്കാൻ ആ സീഡ്ലിംഗ് തയ്യാറല്ല. ഈ പോസിറ്റീവ് ഡെസിഷൻ എടുക്കുന്ന ആ മൊമെന്റിൽ തന്നെ അത് അതിന്റെ വർക്ക് ഓഫ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ആ ഹെവി സോയിലിനെ പുഷ് ചെയ്ത് പുറത്തേക്ക് വരാനുള്ള ഹാർഡ് പ്രോസസ് ആ സീഡ് തുടങ്ങുന്നു. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പോയറ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ മെസ്സേജ്. ഒരു കാര്യം തുടങ്ങാൻ നിങ്ങൾ ഏറ്റവും സ്ട്രോങ് ആകണമെന്നില്ല, ബെസ്റ്റ് ചെയ്യാനുള്ള വില്ലിംഗ്നെസ് മാത്രം മതി. ഈ സീഡിന്റെ ജേർണി ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിന്റെ മൈൻഡിൽ തുടങ്ങിക്കഴിഞ്ഞു. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ഡേ ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ് ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ. ആ ബ്രേവ് ഡിസിഷൻ എടുത്തതിനുശേഷം സീഡ്ലിംഗ് അതിന്റെ ഫസ്റ്റ് റിയൽ ആക്ഷൻ എടുക്കുന്നു. അതൊരു ചെറിയ ഗ്രീൻ ലീഫ് അല്ലെങ്കിൽ ലീഫ്ലെറ്റ് മണ്ണിനടിയിൽ നിന്നും പുറത്തെ ലൈറ്റിലേക്ക് പുഷ് ചെയ്തു കൊണ്ടുവരുന്നു. മണ്ണ് വളരെ ഹെവി ആയതുകൊണ്ട് ഇതിന് ഒരുപാട് എഫേർട്ട് ആവശ്യമുണ്ട്. പക്ഷേ ആ ചെറിയ ലീഫ് വളരെ ബ്രേവായി പുറത്തേക്ക് വരുന്നു. ഈ ഫസ്റ്റ് ലീഫ് പുറത്തേക്ക് വരുന്നത് എക്സാമിൻ ദ സറൗണ്ടിങ്സ് ചെയ്യാനാണ് എന്ന് പോയറ്റ് പറയുന്നു. ഒരു പുതിയ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്ന സ്കൗട്ടിനെ പോലെ പുറത്തെ വേൾഡ് സേഫ് ആണോ എന്നും ബാക്കിയുള്ള പ്ലാന്റ് പാർട്സിന് വരാൻ പറ്റിയ സമയമാണോ എന്നും അത് ചെക്ക് ചെയ്യുന്നു. ആദ്യം പുറത്തേക്ക് വരുന്നത് വഴി ഗ്രൗണ്ടിനടിയിലുള്ള ബാക്കി പാർട്സിന് ഈ ബ്രേവ് ലീഫ്ലെറ്റ് ഒരു ലീഡറായി മാറുന്നു. ബാക്കിയുള്ളവർക്ക് വഴി കാണിക്കാൻ വേണ്ടിയാണ് അത് അൺനോൺ എൻവയൺമെന്റിലേക്ക് വരാനുള്ള റിസ്ക് എടുക്കുന്നത്. ഈ ഇമേജറി നമുക്ക് ലീഡർഷിപ്പിനെക്കുറിച്ചും ഡിഫിക്കൽട്ടാകുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതിനെക്കുറിച്ചും പഠിപ്പിക്കുന്നു. ഇരുട്ടിനെ ഭേദിച്ച് പുറത്തേക്ക് വന്ന് വെളിച്ചം കണ്ടെത്താൻ ആരെങ്കിലും ഒരുത്തരാദ്യം വരണമല്ലോ. ദ ലീഫ്ലെറ്റ് ലൈക്ഡ് ദ പ്രോസ്പെക്ട്, സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദേഴ്സ് സ്റ്റെം. ദെൻ 2 other leaflets heard it and quickly followed them. ആ ആദ്യത്തെ ചെറിയ ലീഫ് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടുത്തെ വേൾഡ് വളരെ പ്ലെസന്റായും വെൽക്കമിംഗ് ആയും തോന്നുന്നു. പുറത്തെ ആ ബ്യൂട്ടിഫുൾ വ്യൂവിനെയും എക്സൈറ്റിംഗ് പോസിബിലിറ്റീസിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ പോയറ്റ് പ്രോസ്പെക്ട് എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ലീഫിന് വളരെ ഹാപ്പിയായും സേഫായും തോന്നി കൊണ്ട് അത് കോൺഫിഡന്റായി അതിന്റെ ബ്രദറായ സ്റ്റെമ്മിനെ പുറത്തേക്ക് വിളിക്കുന്നു. ഈ ബ്യൂട്ടിഫുൾ പേഴ്സോണിഫിക്കേഷൻ പ്ലാന്റ് പാർട്സിനെ ഒരു കോമൺ ഗോളിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ലവിംഗ് ഫാമിലിയായി കാണിക്കുന്നു. ഈ എൻകറേജിംഗ് കോൾ കേൾക്കുമ്പോൾ ബാക്കി 2 ചെറിയ ലീവ്സ് കൂടി സോയിലിനെ പുഷ് ചെയ്ത് പുറത്തേക്ക് വരാനുള്ള ധൈര്യം സംഭരിക്കുന്നു. അവർ വളരെ പെട്ടെന്ന് ആദ്യത്തെ ലീഫിനെയും സ്റ്റെമ്മിനെയും ഫോളോ ചെയ്ത് ബ്രൈറ്റ് സൺലൈറ്റിലേക്ക് വരുന്നു. പോസിറ്റീവ് എനർജിക്കും ചെറിയൊരു സക്സസിനും മറ്റുള്ളവരെ എങ്ങനെ ഇൻസ്പയർ ചെയ്യാം എന്നാണ് ഇത് കാണിക്കുന്നത്. ആദ്യത്തെ ലീഫ് ബാക്കി പ്ലാന്റിനെ മോട്ടിവേറ്റ് ചെയ്തതുപോലെ നമ്മുടെ ബ്രേവ് ആക്ഷൻസ് നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും ഫോർവേഡ് മൂവ് ചെയ്യാൻ എൻകറേജ് ചെയ്യും. ആ ചെറിയ സീഡ്ലിംഗ് ഇപ്പോൾ പതുക്കെ ഗ്രൗണ്ടിന് മുകളിൽ കാണുന്ന ഒരു പ്ലാന്റായി ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ഇനി നമുക്ക് പോയറ്റിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ടു ബി ഷുവർ ദി ഹേസ്റ്റ് ആൻഡ് ഹറി മെയ്ഡ് ദി സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പാന്റ്, ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ്, ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്. വളർന്നു വരികയും എർത്തിനെ പുഷ് ചെയ്ത് പുറത്തേക്ക് വരികയും ചെയ്യുക എന്നത് ചെറിയ സീഡ്ലിങ്ങിനെ സംബന്ധിച്ച് ഒരു ഈസി ജോബല്ല. ഈ റഷിങ്ങും പുഷിങ്ങും റാപ്പിഡ് ഗ്രോത്തും കാരണം സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പാന്റ് ചെയ്യുന്നു എന്ന് പോയറ്റ് പറയുന്നു. അതായത് ഈ പ്രോസസ്സിന് ആ ചെറിയ സീഡിന്റെ ഭാഗത്തു നിന്നും വലിയ ഹാർഡ് വർക്കും സ്ട്രഗിളും എനർജിയും ആവശ്യമുണ്ട്. ഒരു ലോങ് റേസ് ഓടിയതിനു ശേഷമോ അല്ലെങ്കിൽ ഹാർഡ് ഫിസിക്കൽ വർക്ക് ചെയ്തതിനു ശേഷമോ നമുക്ക് തോന്നുന്ന പോലെ അതിന് നല്ല ക്ഷീണം തോന്നുന്നു. എന്നാലും സീഡ്ലിംഗ് അതിന്റെ ബെസ്റ്റ് ചെയ്യാൻ ഫുള്ളി ഫോക്കസ്ഡ് ആയതുകൊണ്ട് ആ പെയിനിനെക്കുറിച്ച് കംപ്ലെയിൻ ചെയ്യാൻ അത് നിൽക്കുന്നില്ല.
നമ്മുടെ ലൈഫ്സ് വർക്കിലും ഗോൾസിലും നമ്മൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആവുമ്പോൾ ടൈം വളരെ പെട്ടെന്ന് പോകും. എന്തെങ്കിലും മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ ഒരു മാജിക് പോലെ അതിപ്പോൾ ഒരു ചെറിയ സീഡ് മാത്രമല്ല എന്ന് തിരിച്ചറിയുന്നു. ആ ഇൻറ്റൻസ് എഫേർട്ടിലും സ്ട്രഗിളിലും കൂടി അത് സക്സസ്ഫുള്ളായി ഒരു കംപ്ലീറ്റ് പ്ലാന്റായി ട്രാൻസ്ഫോം ചെയ്തു കഴിഞ്ഞു. ഹാർഡ് വർക്ക് എപ്പോഴും നല്ല റിസൾട്ട് തരുമെന്നും വളർച്ചയിലേക്ക് നയിക്കുമെന്നും പോയറ്റ് ബ്യൂട്ടിഫുള്ളി കാണിച്ചു തരുന്നു. ദി സൺഷൈൻ poured upon it, and the clouds they gave a shower, and the little plant kept growing till it found itself a flower. പ്ലാന്റ് ഫുള്ളി ഗ്രൗണ്ടിന് മുകളിൽ വന്നുകഴിഞ്ഞാൽ അതിന്റെ ഹാർഡ് വർക്കിനെയും ഡെഡിക്കേഷനെയും സപ്പോർട്ട് ചെയ്യാൻ നേച്ചർ ഒപ്പം നിൽക്കുന്നു. ബ്രൈറ്റ് സൺ അതിന്റെ വോമായ ഗോൾഡൻ റേസ് ആ ചെറിയ പ്ലാന്റിന്റെ മുകളിൽ ചൊരിയുന്നു, അതിന് വളരാൻ ആവശ്യമായ എനർജി നൽകുന്നു. ഡാർക്ക് ക്ലൗഡ്സും അവയുടെ ഭാഗം ചെയ്യുന്നു. ഫ്രഷ് വാട്ടർ ഷവേഴ്സ് നൽകി പ്ലാന്റിന്റെ ദാഹം അകറ്റുന്നു. നമ്മൾ വളരാൻ വേണ്ടി ഹോണസ്റ്റായി എഫേർട്ട് എടുക്കുമ്പോൾ നമുക്ക് സക്സസ് ആകാൻ ആവശ്യമായ റിസോഴ്സസ് യൂണിവേഴ്സ് അല്ലെങ്കിൽ നേച്ചർ തരുമെന്നാണിത് കാണിക്കുന്നത്. സൺഷൈനിന്റെയും റെയിനിന്റെയും കോൺസ്റ്റന്റ് ഹെൽപ്പുമുണ്ട് ആ ചെറിയ പ്ലാന്റ് അതിന്റെ ഗ്രോത്തിന്റെ ജേർണി സ്റ്റഡിയായി തുടരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അത് കൂടുതൽ ടോളർ, സ്ട്രോങ്ങർ ആൻഡ് മോർ ബ്യൂട്ടിഫുള്ളായി മാറുന്നു. അവസാനം ആ കണ്ടിന്യൂസ് എഫേർട്ട് സുപ്രീം അക്കംപ്ലിഷ്മെന്റിന്റെ ഒരു മാജിക്കൽ മൊമെന്റിൽ എത്തിച്ചേരുന്നു. ആ ഹംബിൾ ചെറിയ പ്ലാന്റ് ബ്യൂട്ടിഫുള്ളി ബ്ലോസം ചെയ്തു ഒരു ഗോർജിയസ് ആയ ഫുള്ളി ഗ്രോൺ ഫ്ലവറായി മാറുന്നു. അതതിന്റെ അൾട്ടിമേറ്റ് ഗോളിലെത്തി. കൺസിസ്റ്റന്റ് ഗ്രോത്ത് എപ്പോഴും ഒരു ബ്യൂട്ടിഫുൾ കാര്യത്തെ നയിക്കുമെന്ന് തെളിയിക്കുന്നു. ലിറ്റിൽ ഫോക്സ്, ബി ലൈക്ക് ദി സീഡ്ലിംഗ്, ഓൾവേസ് ഡൂ ദി ബെസ്റ്റ് യു ക്യാൻ. എവ്രി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ ജസ്റ്റ് ആസ് വെൽ ആസ് എവ്രി മാൻ. ഈ സ്റ്റാൻസയിൽ പോയറ്റ് പ്ലാന്റിന്റെ സ്റ്റോറിയിൽ നിന്ന് മാറി വായനക്കാരോട് ഡയറക്റ്റായി സംസാരിക്കുന്നു. അദ്ദേഹം വളരെ സ്നേഹത്തോടെ യങ് റീഡേഴ്സിനെ ലിറ്റിൽ ഫോക്സ് എന്ന് വിളിക്കുകയും വളരെ ഡയറക്റ്റായൊരു അഡ്വൈസ് നൽകുകയും ചെയ്യുന്നു. ആ ബ്രേവായ ചെറിയ സീഡ്ലിങ്ങിനെ നോക്കി അതിന്റെ ഇൻസ്പയറിംഗ് ആറ്റിറ്റ്യൂഡിൽ നിന്നും പഠിക്കാനാണ് അദ്ദേഹം കുട്ടികളോട് ആവശ്യപ്പെടുന്നത്. താൻ വളരെ സ്ട്രോങ് അല്ല എന്നറിയാമായിരുന്ന ആ ചെറിയ സീഡ്ലിങ്ങിനെ പോലെ ഈ വലിയ ലോകത്തിൽ കുട്ടികൾക്കും അവർ ചെറിയവരാണ് അല്ലെങ്കിൽ പവർലെസ് ആണ് എന്ന് തോന്നിയേക്കാം. പക്ഷേ എത്ര ചെറുതാണെന്ന് തോന്നിയാലും എപ്പോഴും തങ്ങളുടെ അബ്സല്യൂട്ട് ബെസ്റ്റ് എഫേർട്ട് എടുക്കാൻ പോയറ്റ് അവരോട് ആവശ്യപ്പെടുന്നു. ലൈഫ് എന്നത് ഡ്യൂട്ടീസും ചാലഞ്ചസും ഹാർഡ് വർക്കും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് എന്നും അദ്ദേഹം അതിനെ ലൈഫ്സ് ലേബർ എന്ന് വിളിക്കുന്നു. ഈ ഹാർഡ് വർക്ക് ഗ്രോണപ്സിനും അഡൾട്ട്സിനും മാത്രമുള്ള കാര്യമല്ല, കുട്ടികൾക്കും അവരുടേതായ റെസ്പോൺസിബിലിറ്റീസും ചാലഞ്ചസും ഫേസ് ചെയ്യാനുണ്ട്. ഈ വർക്കിൽ നേരത്തെ തന്നെ പങ്കുചേരുന്നത് വഴി കുട്ടികൾ പെർസിവിയറൻസിന്റെയും ഡെഡിക്കേഷന്റെയും വാല്യൂ മനസ്സിലാക്കുന്നു. തങ്ങളുടെ സ്വന്തം വഴി കണ്ടെത്താൻ ശ്രമിക്കുന്ന യങ് മൈൻഡ്സിന് ആ സീഡ്ലിംഗ് ഒരു പെർഫെക്റ്റ് റോൾ മോഡലായി മാറുന്നു. ആൻഡ് ദി സൺ ആൻഡ് ഷവേഴ്സ് വിൽ ഹെൽപ്പ് യു ത്രൂ ദി ലോൺസം സ്ട്രഗ്ലിംഗ് അവേഴ്സ് till you raise to light and beauty, virtue's fair unfading flowers. ഈ ഫൈനൽ സ്റ്റാൻസയിൽ പോയറ്റ് എപ്പോഴെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന ആർക്കും ഹോപ്പിന്റെയും എൻകറേജ്മെന്റിന്റെയും ബ്യൂട്ടിഫുൾ മെസ്സേജ് നൽകുന്നു. ആ ചെറിയ സീഡ്ലിങ്ങിനെ സണ്ണും റെയിനും ഹെൽപ്പ് ചെയ്തതുപോലെ നമ്മുടെ ലൈഫിലും പോസിറ്റീവ് ഫോഴ്സസ് നമ്മെ ഹെൽപ്പ് ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പുതരുന്നു. നമ്മൾ ടഫായും ലോൺലിയായുമുള്ള സമയങ്ങളിൽ കൂടി കടന്നുപോകുമ്പോഴും സ്ട്രഗ്ലിംഗ് അവേഴ്സ് ഫേസ് ചെയ്യുമ്പോഴും നമ്മൾ കംപ്ലീറ്റ്ലി ഒറ്റയ്ക്കാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. നമ്മുടെ ലവ്ഡ് വൺസിന്റെ സപ്പോർട്ടും ബ്ലെസ്സിങ്സുമൊക്കെ നമുക്ക് ഫോർവേഡ് മൂവ് ചെയ്യാനുള്ള സൺഷൈനും ഷവേഴ്സുമായി മാറും. ആ ചെറിയ സീഡ്ലിംഗ് ലൈറ്റിലേക്ക് പുഷ് ചെയ്തതുപോലെ നമ്മൾ പേഷ്യൻ്റായിരിക്കുകയും ഹാർഡ് വർക്ക് തുടരുകയും ചെയ്യണം. അവസാനം നമ്മുടെ സ്ട്രഗിൾസ് എല്ലാം നമ്മെ ആ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ലൈറ്റിന്റെയും സക്സസിന്റെയും ബ്യൂട്ടിയുടെയും ഇടത്തേക്ക് എത്തിക്കുന്നു. നമ്മുടെ ഗുഡ് ക്യാരക്ടറിനെയും മോറൽ അച്ചീവ്മെന്റ്സിനെയും പോയറ്റ് വെർച്വസ് ഫെയർ അൺഫേഡിംഗ് ഫ്ലവേഴ്സ് എന്ന് ബ്യൂട്ടിഫുള്ളി കമ്പയർ ചെയ്യുന്നു. ഇവ ഗുഡ് ലൈഫിന്റെ അൾട്ടിമേറ്റ് റിവാർഡ്സാണ്. സാധാരണ പൂക്കളെപ്പോലെയല്ലാതെ പ്യുവർ ആൻഡ് ഹാർഡ് വർക്കിംഗ് ക്യാരക്ടറിന്റെ ബ്യൂട്ടി ഒരിക്കലും ഫെയ്ഡായി പോകില്ല. നമ്മുടെ സ്ട്രഗിൾസ് നമ്മെ ബ്യൂട്ടിഫുള്ളും വെർച്വസുമായ ഹ്യൂമൻ ബീയിങ്സായി രൂപപ്പെടുത്തുന്നു എന്ന വലിയൊരു തിരിച്ചറിവോടുകൂടിയാണ് ഇത് അവസാനിക്കുന്നത്.